രണ്ട് സെഷൻ കഴിഞ്ഞു. നമ്മൾ JS-ന്റെ 2 സെഷൻ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ബേസിക് ലെവൽ പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമുക്കൊന്നെങ്കിൽ ഓൺലൈൻ കമ്പൈലേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ VS കോഡിൽ ചെയ്യാം. VS കോഡിൽ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഇപ്പോഴും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്. അപ്പം VS കോഡ് യൂസ് ചെയ്ത് നമുക്ക് VS കോഡ് യൂസ്ഡ് ആവും, എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞൊരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോൾഡർ ഞാൻ VS കോഡിൽ ഓപ്പൺ ചെയ്തു. നമുക്ക് വേണ്ടുന്ന 2 ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു index.html ഫയലും അതുപോലെ തന്നെ ഒരു JS ഫയലും നമുക്ക് വേണ്ടുന്നത്. അപ്പം ഞാൻ ഈ JS ഫയലിൽ എഴുതുന്ന കോഡ് എവിടെ കിട്ടും? നമ്മുടെ ഈ ഒരു ബ്രൗസറിന്റെ കൺസോളിലായിരിക്കും നമ്മൾ ഓപ്പൺ ആയി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്ത് കിട്ടണമെങ്കിൽ ഒരു വെബ് പേജ് നമുക്ക് ലോക്കൽ ഹോസ്റ്റിൽ റൺ ചെയ്യണം. അങ്ങനെ റൺ ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്യാം. HTML5 ഞാൻ ജസ്റ്റ് ഹലോ ഒന്ന് പ്രിന്റ് ചെയ്യുന്നു. അപ്പം ഈ ഒരു പേജിനെ ഞാൻ ലൈവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈവ് സെർവർ വെച്ച് ഈ പേജ് ലൈവ് ആക്കിയപ്പോൾ ജസ്റ്റ് ഇവിടെ ഹലോ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആയി. ഇനി നമ്മൾ ഈ ഒരു JS ഫയലിൽ എന്തൊക്കെ കോഡ് ഇടുന്നോ ആ കോഡിന്റെ ഔട്ട്പുട്ട് നമ്മൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പേജിന്റെ കൺസോളിൽ നിന്നായിരിക്കും നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ പോകുന്നത് പറഞ്ഞാൽ. അപ്പം ഈ ഒരു സ്ക്രിപ്റ്റ് ഫയൽ അല്ലെങ്കിൽ ഒരു JS ഫയലിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ നമ്മൾ ഈ JS ഫയലും ഈ ഒരു വെബ് പേജ് നമ്മൾ ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ടാഗ് യൂസ് ചെയ്യും. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. സ്ക്രിപ്റ്റിന്റെ ടാഗിനകത്ത് വരെയിട്ട് സ്ക്രിപ്റ്റ് ആ ഒരു ഫയലിന്റെ നെയിം. അപ്പം ഈ രണ്ടിട്ട ഫയൽ തമ്മിൽ ലിങ്ക് ആയെന്ന് പറയാം. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് കൺസോളിൽ വന്നിട്ട് JS ഫയലിൽ വന്നിട്ട് ഒന്ന് കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. console.log എന്തെങ്കിലും ഹലോ. അപ്പം ഈ ഒരു ഹലോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇവിടെ കൺസോളിൽ കിട്ടി. അപ്പൊ നമുക്ക് പറയാം ഈ ഒരു വെബ് പേജും ഈ ഒരു JS ഫയലിൽ ലിങ്ക് ആയെന്ന് പറയാം. ഇനി എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞുതരാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു റെപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നമ്മുടെ മ്യൂലോൺ PRന്റെ അക്കൗണ്ടിൽ GitHub അക്കൗണ്ടിൽ ടെക് വിന്റർ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു റെപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം എന്ന് പറഞ്ഞാൽ ഈ റെപ്പോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഫോൾഡർ കാണും, കാര്യങ്ങളൊക്കെ കാണും. ഇതേപോലെ ഇവിടെ ഫോർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഈ ഫോർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോർക്ക് എന്താന്ന് വെച്ചാൽ ഈ ഒരു റെപ്പോയുടെ ഒരു കോപ്പി നമ്മുടെ അക്കൗണ്ടിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർക്ക് എന്ന് പറയുന്ന റെപ്പോ യൂസ് ചെയ്യുന്നത്. അപ്പൊ നീ ഫോർക്ക് എന്ന് പറയുന്ന റെപ്പോ യൂസ് ചെയ്തിട്ട് അപ്പം ഇവിടെ ഒരു റെപ്പോ നെയിം എടുക്കാൻ പറയും. നമ്മളൊന്നും ചെയ്യേണ്ട, മറ്റേ ആ റെപ്പോയുടെ നെയിം തന്നെ ഇട്ടിരുന്നാൽ മതി. ഇനി ഇൻ കേസ് നിങ്ങൾ ഇങ്ങനെ ഒരു ഫോൾഡർ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, അപ്പം ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ഫോർക്ക് കൊടുക്കുക. ക്രിയേറ്റ് ഫോർക്ക്. അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടത് github.com/mulearn/techwinterbreak എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതിപ്പം മാറിയിട്ട് എന്തായി, എന്റെ പേര് എന്ന് വെച്ചാൽ ആ ഒരു മ്യൂലാന്റെ അക്കൗണ്ടിൽ നിന്നുള്ള സംഭവം ആ ഒരു റെപ്പോസിറ്ററി എന്റെ GitHub അക്കൗണ്ടിൽ ഒരു റെപ്പോസിറ്ററി ആയിട്ട് ക്രിയേറ്റ് ആയി. പക്ഷെ ഇവിടെ കാണിക്കും ബ്രാഞ്ച് അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഇവിടെ എന്തെങ്കിലും പുൾ റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് പുൾ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി പറഞ്ഞുതരാം. അപ്പൊ ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. അപ്പൊ ഹലോ വേൾഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. യൂഷ്വലി നമ്മൾ എല്ലാം തുടങ്ങുന്നത് ഹലോ വേൾഡിൽ നിന്ന് തന്നെയാണല്ലോ. അപ്പൊ ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഇതെടുത്തിട്ട് ഞാൻ അത് കോപ്പി ചെയ്തു. ആ ഒരു ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തു. ക്വസ്റ്റ്യൻ കോപ്പി ഇവിടെ കോപ്പിയുടെ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ കോപ്പി ആവും. കോപ്പി ആയിട്ട് ഒന്ന് ബാക്ക് വരിക. അതേപോലെ തന്നെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നല്ലോ, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഫോൾഡർ കിടക്കുന്ന ആ ഒരു സ്ഥലം, ആ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട എത്ര മാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിൽ ഒരു ഫോൾഡർ ഇവിടെ ആഡ് ചെയ്യണം. വെച്ചാൽ ഇപ്പം എന്റെ പേര് അലൻ എന്നാണ്. അപ്പൊ ഞാനാണ് ഈ ടാസ്കുകൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഫോൾഡർ കിടക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ എനിക്കൊരു ഫോൾഡർ ആഡ് ചെയ്യണം. ഫോൾഡർ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ആഡ് ഫയൽ കൊടുക്കും, ക്രിയേറ്റ് ന്യൂ ഫയൽ കൊടുക്കും. എന്നിട്ട് ചെയ്യുന്ന ഇത്ര മാത്രം എന്ന് പറഞ്ഞാൽ ആദ്യമേ എന്റെ പേരടിക്കും. ഇപ്പം ഇത് അസിനാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അസിനാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ അസിന്റെ പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുകയാണെങ്കിൽ എന്റെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ അലെന്ന് കൊടുക്കണം. അപ്പൊ എന്റെ പേരെന്താണോ അത് ആദ്യം കൊടുക്കുക, അലെന്ന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു സ്ലാഷ് അടിക്കുക. സ്ലാഷ് അടിക്കുന്ന സമയത്ത് ഇവിടെ കിടക്കുന്നുണ്ട് ടെക് വിന്റർ ബ്രേക്ക് എന്ന് പറയുന്ന ആ ഒരു റെപ്പോസിറ്ററിയുടെ അകത്ത് അലൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി. ഇത് ക്രിയേറ്റ് അയക്കുന്നത് ആ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കിടക്കുന്ന സെയിം സ്ഥലത്ത് തന്നെ അലൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി. ഇനി ഞാൻ ഇപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്യാൻ പോയത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നെയിം എന്താ ഹലോ വേൾഡ് എന്നായിരുന്നു. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് 01 എന്ന് എടുത്തിട്ട് ഹലോ വേൾഡ് .js അങ്ങനെ എടുത്താൽ ഹലോ വേൾഡ് .js എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഫയൽ ജസ്റ്റ് ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി ഞാൻ അവിടുന്ന് ആ ഒരു ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തല്ലോ, ആ കോപ്പി ചെയ്ത ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് VS കോഡിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത്
ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്തല്ലോ. പേസ്റ്റ് ചെയ്തിട്ട് ഇതിന് ആൻസർ ഞാൻ ചെയ്യണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള സംഭവം ഇവിടെ മേളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എവിടാണോ കോഡ് എഴുതാൻ പറഞ്ഞേക്കുന്നത് അത്രയും സ്ഥലം അവിടെ മാത്രം നിങ്ങൾ കോഡ് എഴുതുക. ഇവിടെ ഞാൻ പറഞ്ഞേക്കുന്നത് ഈ ഒരു ഫംഗ്ഷനകത്ത് കോഡ് എഴുതാനാണ്. ഈ താഴത്തെ സാധനങ്ങൾ ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻസിനും ഇതേപോലെ താഴെ ഒരു ഡ്രൈവർ കോഡ് ഉണ്ടാവും. അത് നിങ്ങൾ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്. അത് ചേഞ്ച് ചെയ്യരുത്. കാരണം ഞാൻ അത് യൂസ് ചെയ്ത് നമ്മുടെ ഔട്ട്പുട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോഡ് അവിടെ ഇട്ടേക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് മാറ്റി അതിൽ കയറി എഡിറ്റ് ചെയ്യുകയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ആകെ എഡിറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു റൈറ്റ് കോഡ് ഹിയർ എന്ന് എഴുതിയേക്കുന്ന നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ സ്ഥലത്തും റൈറ്റ് കോഡ് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ മാത്രം നിങ്ങളുടെ കോഡ് എഴുതിയാൽ മതി. അപ്പം ഈ ഒരു ഇപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന റൈറ്റ് കോഡ് ഹിയർ. അപ്പം ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എവിടെയാണ് കോഡ് എഴുതാൻ പറഞ്ഞത് അവിടെ നമ്മുടെ കോഡ് എഴുതുക. അപ്പം ഇവിടെ ജസ്റ്റ് കൺസോൾ ലോഗിന്റെ കാര്യമുള്ളൂ. അപ്പൊ ഞാൻ അതിന്റെ അകത്ത് കയറിയിട്ട് എന്താണ് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്തു. ഹലോ വേൾഡ് എന്നായല്ല. ഇനി ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. ജസ്റ്റ് ഈ സംഭവങ്ങൾ മൊത്തം കോപ്പി ചെയ്യുക. നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന സാധനങ്ങളൊന്ന് കോപ്പി ചെയ്യുക. അത് നേരെ ഉണ്ടെന്ന് നമ്മൾ ആ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തല്ലോ. എന്റെ പേരിൽ ഒരു ഫോൾഡർ തുടങ്ങിയിട്ട് അതിന്റെ അകത്ത് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യന്റെ പേരിൽ ലൈക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നെയിമിൽ ഒരു ഫയൽ തുടങ്ങി. ആ ഫയലിനകത്താണ് നമ്മൾ ഈ ഒരു ഔട്ട്പുട്ട് കൊണ്ട് ഇടാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ആൻസർ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമുക്കിത് യൂഷ്വലി നമുക്ക് ഗിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ VS കോഡിന്റെ ടെർമിനലിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് പുഷ് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ VS കോഡിൽ വന്നു. കോഡ് എവിടെയാണ് എഴുതാൻ പറഞ്ഞത് ആ ഭാഗത്ത് നമ്മുടെ കോഡ് എഴുതി ഔട്ട്പുട്ട് കറക്റ്റ് ആണോ നോക്കി. ഇപ്പോൾ ഹലോ വേൾഡ് ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഹലോ വേൾഡ് എന്ന് തന്നെ ഞാൻ ഒരു ഔട്ട്പുട്ട് എടുത്തു. അപ്പം ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഔട്ട്പുട്ട് ഇപ്പൊ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ സാധനം കോപ്പി ചെയ്യും. കോപ്പി ചെയ്തിട്ട് എവിടെ കൊണ്ടിടും നമ്മൾ ആ ഒരു പുതിയൊരു ഫയൽ തുടങ്ങിയല്ലോ നമ്മുടെ പേരിൽ. അപ്പൊ ഹലോ വേൾഡ് ഇപ്പം എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് കൊടുത്തു. ആ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരു നെയിം കൊടുത്തു. ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഇട്ടപ്പം അവിടെ ഒരു നെയിം ഉണ്ടായിരുന്നു. ആ നെയിം തന്നെ ഇടുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേര് ഇട്ടാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ലൈക്ക് ആ ഔട്ട്പുട്ടും നിങ്ങൾ എഴുതിയ കോഡ്, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയ കോഡ്, ക്വസ്റ്റ്യൻ തന്നേക്കുന്ന കോഡല്ല, ആ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന കോഡിനകത്ത് നിങ്ങൾ എന്താണ് ആൻസർ ചെയ്തത് ആ ആൻസർ ചെയ്ത കോഡ് വിടുക, കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുക. അപ്പം ഇവിടെ നടന്നതെന്ന് പറഞ്ഞാല് എന്താണ്, ഒന്ന് ബാക്ക് വന്ന് ഈ ടെക് വിൻഡർ ബ്രേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെടുത്ത് നോക്കിയാൽ ഇവിടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടായിരുന്നു. ആ ഫോൾഡറിന്റെ കൂടെ ഇപ്പൊ എന്തും കൂടെ വന്നു, എന്റെ പേരിലുള്ള ഒരു ഫോൾഡറും കൂടെ വന്നു. അപ്പൊ ആ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ഞാൻ ആൻസർ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്രയും രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇതേപോലെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് കളർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യുക, അതിന്റെ ആൻസർ ചെയ്തിട്ട് നിങ്ങളൊന്ന് ബാക്ക് വന്ന് ഈ അലൻ എന്ന് പറയുന്ന ഫോൾഡർ എടുക്കുക. നിങ്ങളുടെ പേരിലുള്ള ഫോൾഡർ എടുത്തിട്ട് ഇവിടെ തന്നെ ആഡ് ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്ത് എങ്ങനെയായിരുന്നു, ആഡ് ഫയൽ എടുത്തിട്ട് അലൻ എന്ന് പറയുന്നത് കൊടുത്ത് സ്ലാഷ് എന്നിട്ട് ഫയൽ നെയിം അടിച്ചായിരുന്നു പോയത്. അപ്പം അലൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ആദ്യത്തെ ഫയൽ ക്രിയേറ്റ് ആയി. ഇനിയുള്ള ഫോൾഡർ ആഡ് ചെയ്യണമെങ്കിൽ ആ അലൻ എന്ന് പറയുന്ന സാധനം അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് എന്നും കാണും, നിങ്ങളുടെ പേരും കാണും. അപ്പൊ ആ ഒരു പേര്, നിങ്ങളുടെ പേരുള്ള സാധനം എടുക്കുക. അതിന് മേളിൽ തന്നെ ആഡ് ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ആഡ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് ക്രിയേറ്റ് ന്യൂ ഫയൽ, എന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ 02 എന്താണ് സെക്കൻഡ് കളർ അങ്ങനെ കൊടുത്തിട്ട് നിങ്ങളുടെ ആൻസർ എന്താണ് അതിവിടെ കൊടുക്കുക, കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുക. അങ്ങനെ ഓരോ ചെയ്ത് പോയത്. പക്ഷെ നിങ്ങൾ ആദ്യം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഫോൾഡർ എവിടെയാണ് കിടക്കുന്നത്, ലൈക്ക് നമ്മുടെ തുടക്കം, നമ്മുടെ ആ ഒരു ടെക് വിൻഡർ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ റെപ്പോസിറ്ററി ആ ഒരു ഇന്റർഫേസ് അവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെയാണ് ആഡ് ഫയൽ കൊടുക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആഡ് ഫയൽ കൊടുത്തിട്ട് ക്രിയേറ്റ് ന്യൂ ഫയൽ കൊടുത്ത് അവിടെ നിങ്ങളുടെ പേര് സ്ലാഷ് എന്ത് കൊടുക്കണം, ആദ്യത്തെ ഫയലിന്റെ പേര് കൊടുക്കണം. അപ്പോൾ ഇങ്ങനൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ട് ആ ഫോൾഡറിന്റെ അകത്തായിരിക്കും ആ ആദ്യത്തെ ഫയൽ ക്രിയേറ്റ് ആവുന്നത്. അങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ആ ഫോൾഡറിന്റെ അകത്ത് നിങ്ങൾ ആഡ് ഫയൽ ക്രിയേറ്റ് ന്യൂ ഫയൽ ചെയ്യുക. ഇത്രയും ചെയ്തിട്ട് ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇനി ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഞാനിപ്പം ഇതിപ്പോ കിടക്കുന്ന എന്റെ അക്കൗണ്ടിലാണ്, എന്റെ അലൻറജി 2004 എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് ഇതിപ്പോ കിടക്കുന്നത്. ഈ കിടക്കുന്ന സംഭവത്തെ എനിക്ക് ഇനി എങ്ങോട്ട് പുഷ് ചെയ്യണം, ഈ മ്യൂലൺ ടി ആർ എന്ന് പറയുന്ന അക്കൗണ്ടിലോട്ട് എനിക്ക് അതിനെ ഒരു ലൈക്ക് എനിക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സംഭവമാണ് പുൾ റിക്വസ്റ്റ് എന്ന് പറയും. ഈ പുൾ റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ സിങ് ഫോർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ സിങ് ഫോർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
ഇവിടെ എന്തെങ്കിലും സിങ്ക് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സിങ്ക് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വേറെ ആരെങ്കിലും പുൾ റിക്വസ്റ്റ് ഇട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചു. അപ്പൊ ആ ഒരു ഫോൾഡറും കൂടെ എവിടെ വന്ന് കിടക്കും? എന്താണ് നമ്മുടെ നമ്മുടെ ആ ഒരു മ്യൂലൻ പിയാറിന്റെ അക്കൗണ്ടിൽ വന്ന് കിടക്കും. അപ്പം പക്ഷെ നിങ്ങൾക്ക് എന്ത് മാത്രമേ ഇവിടെ ഉള്ളൂ? നിങ്ങളുടെ പേരും ആ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ വിചാരിച്ചോ. അപ്പം നിങ്ങൾ ഒരു കമ്മിറ്റി ബിഹൈൻഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു ലൈക്ക് ആ ഒരു എന്താ ഇനിയിപ്പോ ഒന്നും ഫെച്ച് ചെയ്യാനില്ല എന്നുള്ള ഒരു അവസ്ഥ വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് സിങ്ക് ഫോർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സിങ്ക് ചെയ്തിടുക. സിങ്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ പുൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്. ഈ പുൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ടാബിൽ വന്നിട്ട് ചെയ്യേണ്ട എത്ര മാത്രം ന്യൂ പുൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കുക. ന്യൂ പുൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ട് അപ്പം ബാക്കി ഇവിടെ ഒന്നും ചെയ്യേണ്ട. നമ്മള് ലൈക്ക് ഇവിടെ മെർജ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവര് തന്നെ ചെയ്തിട്ടേക്കും. എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇപ്പം എന്റെ അക്കൗണ്ട് അലൻ റജി 2004/ടെക്വെൻഡർ എന്ന് പറയുന്ന ആ ഒരു ഗിറ്റ് ഹബ് അക്കൗണ്ടിൽ ഈ ടെക്വെൻഡർ എന്ന് പറയുന്ന ആ ഒരു റെപ്പോസിറ്ററിയുടെ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് എങ്ങോട്ട് പുഷ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? എങ്ങോട്ട് ഒരു പുൾ റിക്വസ്റ്റ് ഇടുന്നത്? നമ്മുടെ മ്യൂലാൻ പിയറിന്റെ ടെക്വെൻഡർ എന്ന് പറയുന്ന റെപ്പോസിറ്ററിയുടെ മെയിൻ ബ്രാഞ്ചിലേക്ക് ഒരു പുൾ റിക്വസ്റ്റ് ഇടുന്നു. അപ്പൊ ഞാൻ ഇവിടെ എന്ത് എഡിറ്റ് വരുത്തിയാലും ആ എഡിറ്റ് എവിടെ എങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? ഈ ഒരു ടെക്വെൻഡർ എന്ന് പറയുന്ന ഈ മ്യൂലൻ പിയറിന്റെ അക്കൗണ്ടിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു പുൾ റിക്വസ്റ്റ് മാത്രമേ ഇടും. ഈ പുൾ റിക്വസ്റ്റ് മ്യൂലൻ പിയറിന്റെ അക്കൗണ്ടിൽ നിന്ന് മെർജ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇവിടെ എന്ത് ചേഞ്ച് വരുത്തിയാലും ഇവിടെ കാണത്തുള്ളൂ. അപ്പൊ നിങ്ങൾ പുൾ റിക്വസ്റ്റ് ഇടുന്നതിന് മുന്നേ സിങ്ക് ഫോർക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ എന്തെങ്കിലും സിങ്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ സിങ്ക് ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ അവിടെ ആ സിങ്ക് ഫോർക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പം കാണിക്കുമായിരിക്കും നിങ്ങൾ എന്താണ് ഒരു ടു കമ്മിറ്റ്സ് ബിഹൈൻഡ് എന്നോ 2 കമ്മിറ്റ്സ് അഹെഡ് എന്നോ എന്തെങ്കിലുമൊക്കെ കാണിക്കുമായിരിക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സിങ്ക് ചെയ്യുക. സിങ്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് കൊടുക്കാവൂ. ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ്. അപ്പം ഇങ്ങനെ ഇത്ര മാത്രമുള്ള ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളിപ്പം എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ ഇതേപോലെ തന്നെ എന്താ നിങ്ങൾ ആദ്യമേ ഒരു ഫോൾഡർ എല്ലാ ക്വസ്റ്റിനും അല്ല, നിങ്ങൾ ആദ്യമേ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ഫോൾഡറിനകത്ത് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിടുക. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇങ്ങനെ പുൾ റിക്വസ്റ്റ് ഇട്ടാൽ മതി. അതല്ല നിങ്ങൾക്ക് ഒരു വട്ടം പുൾ റിക്വസ്റ്റ് ഇട്ടിട്ട് ബാക്കി ചെയ്യാം. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ആ പുൾ റിക്വസ്റ്റ് മെർജ് ചെയ്താൽ നിങ്ങൾ വീണ്ടും പുൾ റിക്വസ്റ്റ് ഇടേണ്ടി വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പുൾ റിക്വസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊരു നമ്മുടെ ആ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഫോൾഡർ കിടക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ പേരിൽ ഒരു ഫോൾഡർ തുടങ്ങുക. ആ ഫോൾഡറിനകത്ത് എന്താണ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പം 14 ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 14 എല്ലാം ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ആറേയും ഇഫ് എൽസ് അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഓരോ ആ ഒരു നിങ്ങളുടെ പേര് വെച്ച് തുടങ്ങിയ ഒരു ഫോൾഡറിന്റെ അകത്ത് ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ തുടക്കം 01, 02 അങ്ങനെ തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ നിങ്ങളുടെ ഫയലിനെ അവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ആ ഒരു ഫോൾഡറിനകത്ത് മൊത്തം ഫയലും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സിങ്ക് ഫോർക്ക് കൊടുക്കുക. സിങ്ക് ഫോർക്ക് കൊടുത്തതിന് ശേഷം എങ്ങോട്ട് വരിക? പുൾ റിക്വസ്റ്റ് ടാബിൽ വരിക. പുൾ റിക്വസ്റ്റ് ടാബിൽ വന്നിട്ട് ഒരു ന്യൂ പുൾ റിക്വസ്റ്റ്, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടുക. അത്രേ ഉള്ളൂ നിങ്ങൾ ആൻസർ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. നിങ്ങൾ 14 ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് ചെയ്ത ഇപ്പം ഇപ്പൊ ആദ്യത്തെ 5 ചെയ്തിട്ട് പുൾ റിക്വസ്റ്റ് ഇടണമെങ്കിൽ അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ അത് മെർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു ബാക്കി ചെയ്തതിന് ശേഷം വീണ്ടും പുൾ റിക്വസ്റ്റ് ഇടേണ്ടി വരും. അത് കുഴപ്പമില്ല, ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്തോളാം. അത് നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസും ചെയ്യേണ്ടതും, ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ആൻസർ സബ്മിറ്റ് ചെയ്യേണ്ടത്.